പഹൽഗാം ആക്രമണത്തിൽ ജീവൻ നഷ്ടപ്പെട്ടവർക്ക് ആദരാഞ്ജലി അർപ്പിച്ച് സംഘത്തിന് കോഴിക്കോട് മാതാ അമൃതാനന്ദമയി മഠം സ്വീകരണം നൽകി. പന്തീരാങ്കാവ് സ്വദേശിയായ ഡോക്ടർ രാമാനന്ദിന്റെ നേതൃത്വത്തിലുള്ള 100-അംഗ സംഘമാണ് ബുള്ളറ്റുകളിൽ കശ്മീരിൽ പോയി മടങ്ങിയത്. കാലടിയിൽ നിന്ന് കുപ്വാര വരെ 50 ബുള്ളറ്റുകളിലായി 100 പേരാണ് യാത്ര പോയത്. ശാരദാക്ഷേത്രം സന്ദർശിച്ച് ഭീകരാക്രമണത്തിൽ മരിച്ച 26 പേർക്ക് ബലിയർപ്പിച്ചാണ് സംഘം മടങ്ങിയത്. ഭീകരരുടെ വെടിയേറ്റ് മരിച്ചവർക്ക് ബുള്ളറ്റിൽ യാത്ര ചെയ്താണ് 100 യുവാക്കൾ ആദരാഞ്ജലി അർപ്പിച്ചത്. കോഴിക്കോട് മാതാ അമൃതാനന്ദമയി മഠത്തിൽ ഡോക്ടർ രാമാനന്ദിനും സഹയാത്രികൻ വിഷ്ണുവിനും സ്വീകരണം നൽകി. നമ്മുടെയൊക്കെ മനസാക്ഷിയെ ഞെട്ടിച്ചുകൊണ്ട് ആളുകളുടെ മതം തിരഞ്ഞുകൊണ്ട് വെടിവെച്ച് കൊല്ലുന്ന അതിഭീകരമായ ഒരു നൃശംസത അരങ്ങേറി. ബുള്ളറ്റ്സ് എഗെയിൻസ്റ്റ് ബുള്ളറ്റ്സ് എന്നുള്ള ആശയം, ബുള്ളറ്റുകൾക്കെതിരെ ബുള്ളറ്റുകൾ, ആ ബുള്ളറ്റുകളുമായിട്ട് ഞങ്ങൾ കശ്മീരിലേക്ക് വരികയാണ്. പെഹൽഗാമിലേക്കല്ല, എവിടെയാണോ ഭാരതത്തിൻ്റെ സർവാധികാരത്തെ പരമാധികാരത്തെ ചോദ്യം ചെയ്തുകൊണ്ട് ലൈൻ ഓഫ് കൺട്രോൾ ഇരിക്കുന്നത്, ആ ലൈൻ ഓഫ് കൺട്രോൾ വരെ ഞങ്ങളുടെ ബൈക്ക് എടുത്ത് വരും. വെടിവെക്കുകയാണെങ്കിൽ വെടിവെച്ചോ, കൊള്ളാൻ തയ്യാറാണ്. രാമാനന്ദിന്റെയും സംഘത്തിന്റെയും ദേശസ്നേഹത്തെ അമൃതാനന്ദമയി മഠത്തിലെ സ്വാമി വിവേകാമൃതാനന്ദപുരി അഭിനന്ദിച്ചു. അമ്മയുടെ പുത്രനായവരാണ്, ഭാരതാംബയുടെ പുത്രനായവരാണ്. അമ്മയുടെ അനുഗ്രഹത്തോടുകൂടി ഇവിടെ നിന്ന് പോയി കാശ്മീരിൽ പോയി 100ഓളം ചെറുപ്പക്കാരെ കൂട്ടി ഭാരതത്തിന് വേണ്ടിയിട്ട് ജയ് വിളിച്ചുകൊണ്ട് ഭാരതാംബയ്ക്ക് വേണ്ടിയിട്ടും അതുപോലെ നമ്മുടെ അവിടെ പിടഞ്ഞു വീണവർ, ഇടിയുണ്ടേറ്റ് ബുള്ളറ്റിന്റെ പാകിസ്ഥാന്റെ ബുള്ളറ്റിൽ പിടഞ്ഞു വീണവർക്ക് വേണ്ടിയിട്ട് ബലിയർപ്പിച്ച് ആ ഒരു മനസ്സ് അവിടെ പോയിട്ട് കാണിക്കാൻ കാട്ടിയ അസാമാന്യമായ ധൈര്യത്തിന് നമ്മുടെ എല്ലാവരുടെയും കൃതജ്ഞത, തീർത്താൽ തീരാത്ത ഒരു കടപ്പാട് അദ്ദേഹം നമുക്ക് വേണ്ടിയിട്ട് നിർവഹിച്ചതാണ്. വാട്സപ്പ് കൂട്ടായ്മ രൂപീകരിച്ചാണ് സംഘം കശ്മീരിലേക്ക് തിരിച്ചത്. അമൃത ന്യൂസ്, കോഴിക്കോട്.